ഹായ് ഫ്രണ്ട്സ്, ഇത് ദേ ഇപ്പം ഇവിടെ വീണ മാങ്ങയാണ്, പഴുത്ത മാങ്ങയാണ്. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയുമാണ്, ഇത് മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മിൽക്ക് ഷേക്ക്, അതും മാംഗോ മിൽക്ക് ഷേക്ക്, അത് നമുക്ക് തയ്യാറാക്കാം. ഞാനിതൊന്ന് കഴുകി നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം മാങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നല്ല പഴുത്ത മാങ്ങ ഫ്രഷായിട്ട് നമുക്ക് വീട്ടിൽ ഇപ്പം മാങ്ങ സീസണും കൂടിയാണ്. ഇത് സീസൺ അല്ല എങ്കിൽ കൂടി നമുക്ക് മാങ്ങ കിട്ടുമ്പോൾ നല്ലൊരു മിൽക്ക് ഷേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അതും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇതിപ്പം ഞാനെന്തായാലും ജ്യൂസ് അടിക്കാനായിട്ട് നമുക്ക് ജ്യൂസറിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിൽക്ക് ഷേക്കിനാണ്, ഇപ്പം മാംഗോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് മാങ്ങ നല്ല ജ്യൂസി ആയിട്ട് അടിച്ചെടുക്കണം. അതുകൊണ്ട് നമുക്ക് ആദ്യം കുറച്ച് മാങ്ങ മാത്രം ഇട്ടിട്ട് നന്നായിട്ട് അടിക്കുക. അതിന് ശേഷം ഞാനിവിടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം. അപ്പോൾ മധുരമുള്ള മാങ്ങയാണെങ്കിൽ അതനുസരിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ പാലിൻ്റെ ആ ഒരു മധുരം ഈക്വൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ്, ഒരു 4-5 ഐസ് ക്യൂബ്സ്, നമ്മൾ തണുത്തിട്ട് അല്ല എടുത്തിട്ടുള്ളത്. അപ്പം ഫ്രഷ് ആയിട്ടുള്ള മാംഗോസ് ആയതുകൊണ്ട് തന്നെ തണുപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 6 ഐസ് ക്യൂബും, പാല് തണുത്ത പാലാണ്. അപ്പം അത് നമുക്ക് ഒരു ഗ്ലാസ്, നമുക്ക് വീട്ടിലിപ്പം എത്ര പേരുണ്ടോ അതനുസരിച്ച് ചേർക്കുക. പാല് ചേർക്കുന്നത് പോലെ മാമ്പഴവും ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പം മാംഗോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അരയ്ക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നമ്മൾ എപ്പോഴും ജ്യൂസ് അടിക്കുമ്പോൾ ഏറ്റവും കൂടിയ ഇതിൽ കുറഞ്ഞത് ഒരു 2-3 മിനിറ്റെങ്കിലും, 1 മിനിറ്റ് തുടർച്ചയായിട്ട് അടിക്കുക. അതിനുശേഷം നമ്മൾ പഞ്ചസാര ചേർക്കുക. അപ്പോൾ അതുപോലെ തന്നെ കണ്ടിന്യൂ അടിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നല്ല ക്രീമി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റൂ. അപ്പം ഇവിടെ ഏകദേശം മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ചൂട് സമയത്തും തണുത്ത സമയത്തും ഒക്കെ കഴിക്കാൻ പറ്റുന്ന, ആരോഗ്യത്തിനും ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു മിൽക്ക് ഷേക്കാണ് മാംഗോ മിൽക്ക് ഷേക്ക്. ഷുഗർ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. എനിക്ക് എന്തായാലും ഞാൻ പാലും കൂടെ ചേർത്തതിനനുസരിച്ച് ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിരുന്നുള്ളൂ. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ആഡ് ചെയ്യുക. ഏറ്റവും ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. സീസണബിൾ ആയിട്ടുള്ള ടൈമിൽ തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും കഴിയുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ബൈ.